എഴുത്തുകാരനും അഭിനേതാവുമായ മദൻ ബാബുവാണ് ഇന്ന് മലബാർ ജേണലിന്റെ ഫേസ് ടു ഫേസിൽ. വെൽക്കം ചേട്ടാ. നമസ്കാരം. ആട്ടം തിയേറ്ററുകളിൽ ആടിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടാ. എങ്ങനെയാണ് തിയേറ്റർ റെസ്പോൺസ്? ഭയങ്കര നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഏതാണ്ട് ആളുകൾ ഇഷ്ടപ്പെടുമെന്ന്. ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ പ്രേക്ഷകർ ഈ സിനിമ ഏറ്റെടുക്കുകയാണ്. ആൾമോസ്റ്റ് ഒന്നാമത്തെ ദിവസത്തെ ഇന്നലെയാണ് റിലീസ് ഉണ്ടായത്. ഫസ്റ്റ് ഡേ റിയാക്ഷൻ റെസ്പോൺസ് എന്നൊക്കെ പറഞ്ഞാൽ ഓവർവെമിംഗ് എന്ന് നമ്മൾ പറയില്ലേ ഇംഗ്ലീഷിൽ, ആ അർത്ഥത്തിൽ അത്രയും സ്റ്റാൻഡിങ് ഓവേഷൻ ആയിരുന്നു ചേർത്തലയിൽ ഇന്നലെ ഒരു തിയേറ്ററിൽ. അപ്പോൾ ഇത് അർബൻ ആസ് വെൽ ആസ് റൂറൽ, നാട്ടുമ്പുറത്തും നഗരങ്ങളിലുമുള്ള ആളുകളെ, പല തരത്തിലുള്ള ആളുകളെ ഇത് വല്ലാതെ കണക്ട് ചെയ്യുന്നു ഈ സിനിമ. ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ആട്ടത്തിൽ ഇപ്പോൾ നിങ്ങൾ 11 നാടക കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള 11 ആളുകളാണ് ഒരു സിനിമയുടെ ഭാഗമാവുന്നത്. സിനിമയിലേക്ക് വരുമ്പോൾ സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഈ നാടകത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്ങനെയാണ് ചേട്ടൻ്റെ ഒരു നാടക ജീവിതം ആരംഭിക്കുന്നത്? നാടക ജീവിതം എന്ന് പറഞ്ഞാൽ കോളേജിലും സ്കൂളിലും ഒക്കെ ഞാൻ നാടകം കളിക്കുമായിരുന്നു. ക്യാമ്പസിൽ നാടകം കളിച്ചതിന് സസ്പെൻഡ് ചെയ്യപ്പെടുകയും അതിന് നിരാഹാരം കിടക്കുകയും സമരം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു പാസ്റ്റ് ഉണ്ട്. അതോടെ നിൽക്കട്ടെ, അത് വേറൊരു വിഷയം. ഞാൻ പിന്നീട് കുറേ കാലം കഴിഞ്ഞതിന് ശേഷം ജോലിയൊക്കെ കിട്ടി കൊച്ചിയിൽ. വൈഫ് കൊച്ചിക്കാരിയാണ്. അപ്പോൾ ഞാനിവിടെ വന്ന് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫ് ആദ്യം പറഞ്ഞു, അത്യാവശ്യം അഭിനയിക്കാനുള്ള താല്പര്യമില്ല, നമുക്ക് ഇവിടെ നോക്കിയാലോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ലോകധർമ്മിയുടെ ചന്ദ്രാസ മാഷ് നടത്തുന്ന ലോകധർമ്മിയുടെ ഒരു പരസ്യം വരുന്നത്. പരസ്യമല്ല, ഒരു കാൾ ഫോർ രണ്ട് അഭിനേതാക്കളെ ആവശ്യമുള്ളത്. അങ്ങനെ ഞാൻ മാഷിൻ്റെ കൂടെ ജോയിൻ ചെയ്തു. പിന്നെ ആ ടീമാണിത്. ലോകധർമ്മിയിൽ ഞങ്ങൾ കർണഭാരം എന്ന് പറഞ്ഞൊരു നാടകം കളിച്ചു. കർണഭാരം മഹീന്ദ്ര എക്സലൻസ് ഇൻ തിയേറ്റർ അവാർഡ്സ് എന്ന് പറഞ്ഞ് മെറ്റ അവാർഡ്സ് ഉണ്ട്. മഹീന്ദ്ര നടത്തുന്ന ഒരു അന്തർദേശീയ നാടക മത്സരമുണ്ട്. അതിന് ആദ്യമായിട്ട് അവരത് റീജിയണൽ ലാംഗ്വേജിലേക്ക് കൂടി അവരുടെ ഈ മത്സരം വ്യാപിപ്പിച്ചു. അതിനു മുമ്പ് ഇംഗ്ലീഷും ഹിന്ദി നാടകങ്ങളെയാണ് അവർ പരിഗണിച്ചിരുന്നത്. 2008 അവരത് റീജിയണൽ ലാംഗ്വേജിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ അവർ കൊച്ചിയിൽ ഒരു പത്രസമ്മേളനം നടത്തി. അപ്പോൾ നമ്മുടെ ഒരു പത്രസുഹൃത്തായിട്ടുള്ള രശ്മി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ മാഷിൻ്റെ അടുത്ത് പറയുകയും ഞങ്ങൾ കർണഭാരം വർഷങ്ങൾക്ക് മുമ്പ് വേറൊരു ടീം കളിച്ചു നിർത്തിയ കർണഭാരം ഞങ്ങൾ റീക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. ഈ ടീമിൻ്റെ അശ്രാന്തമായിട്ടുള്ള പരിശ്രമം, പുലർച്ചെ 4 മണി വരെയൊക്കെയാണ് റിഹേഴ്സൽ. അങ്ങനെ റിഹേഴ്സൽ, അതിൽ ആനന്ദ് ഏകർഷിയും ഉണ്ട്, നമ്മുടെ ആട്ടത്തിൻ്റെ സംവിധായകൻ ആനന്ദ് ഏകർഷിയും അതിനകത്തുണ്ട്. ആ ടീമാണ് 2008 മഹീന്ദ്രയിൽ ആ നാടകം അവതരിപ്പിച്ച് ഏതാണ്ട് അന്ന് 148ഓളം നാടകങ്ങളിൽ 20 അവിടെ അവതരിപ്പിച്ചു. 20 ബെസ്റ്റ് പ്ലേ എന്നുള്ള അവാർഡ് മേടിച്ചുകൊണ്ട് വരുന്നത് കേരളത്തിലേക്ക്. ആദ്യമായിട്ട് റീജിയണൽ ലാംഗ്വേജിലേക്ക് അവർ എക്സ്റ്റെൻഡ് ചെയ്ത സമയത്താണ് ആദ്യമായിട്ട് മലയാളത്തിന് അവാർഡ് കിട്ടുന്നത്. അതേ സംഘമാണ് അതിൽ 2-3 പേരില്ല, എൻ്റെ വൈഫ് അടക്കമുള്ള ആളുകളില്ല. അതിൽ ഭാര്യയും അതിനകത്ത് ആക്ട് ചെയ്തിരുന്നു അന്നത്തെ കർണഭാരത്തിൽ. അവരൊന്നുമില്ല, ഒരു 3-4 പേര് അസുഖം കൊണ്ടുമൊക്കെ മാറി നിൽക്കുന്ന ആളുകളുണ്ട്. അല്ലാതെ ബാക്കിയുള്ള എല്ലാവരുമാണ് ഈ 10 പേര്. ഇപ്പൊ ഒരു അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്നുള്ളത് ഒരു സ്വപ്നം തന്നെ ആയിരിക്കും. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഡിവിജ്വൽ അല്ല, ഒരു ടീം തന്നെ. നിങ്ങൾ നാടകത്തിൽ അഭിനയിച്ച അതേ 11 പേര് ഒരു സിനിമയുടെ ഭാഗമാവുന്നു. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അതേ 11 പേരാണ് സിനിമയിലേക്ക് എത്തുന്നത്. അത് ഞങ്ങളൊരു വിനയ് ഈ ലോകധർമ്മിയുടെ ഒരു അവിഭാജ്യ ഘടകമാണ്. ഈ ലോകധർമ്മിയിൽ നിന്ന് കർണഭാരം കളിക്കുമ്പോൾ കർണഭാരത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. വലിയ സെറ്റ് പ്രോപ്പർട്ടി ഒക്കെ ഉണ്ട്, ഹെവിയാണ് സാധനം. 2-3 പെട്ടികളാണ്. അപ്പോൾ ഇത് ചുമന്നുകൊണ്ട് പോകണം. ഞങ്ങൾ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്. RAC-യിൽ ഇരുന്ന് മുഖത്തോട് മുഖം നോക്കിയിരുന്ന് നാടകത്തെക്കുറിച്ച് സംസാരിച്ച് രാത്രി വെളുപ്പിച്ചിട്ടുണ്ട് യാത്രകളിൽ. അങ്ങനെ ഭയങ്കര സഫർ ചെയ്തിട്ടുള്ള യാത്രകളാണ്. അപ്പോഴും ഞങ്ങളുടെ ഒരു ത്രില്ല് എന്ന് പറഞ്ഞാൽ പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇങ്ങനെ ഈ ചുമന്ന് കൊണ്ടുപോകുന്ന ആളുകൾ കർണഭാരം ചുമന്നവർ എന്നുള്ള പേരിൽ ഒരു വാട്സപ്പ് കൂട്ടായ്മയായി. ഞങ്ങൾ ഈ 10-11 പേര്, അതിൽ എൻ്റെ കുടുംബം അടക്കമുണ്ട്. ആ 11 പേരാണ് ഈ സംഘം. കർണഭാരം ചുമന്നവരുടെ സിനിമയാണ് ശരിക്കും ആട്ടം. അപ്പം ഞങ്ങൾ വർഷങ്ങളായിട്ട് 20-22 വർഷങ്ങളായിട്ട് യാത്ര ചെയ്യുകയാണ്. ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും കളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഷെയർ ചെയ്യുന്ന ഒരു ടീമാണ്. ആ ടീം തന്നെയാണ് ഈ പെർഫോമൻസ് നടത്തുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഓരോരുത്തരുടെയും ഇമോഷൻസ് അറിയാം, ഓരോരുത്തരുടെയും ഇപ്പോൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് എന്താണെന്ന് നമുക്കറിയാം.
ചേർന്ന് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് ജീവിതത്തിൽ. ഏറ്റവും വിയർപ്പിനോട് വിയർപ്പ് ചേർന്ന് നിൽക്കുക, വിയർപ്പിൻ്റെ മണമറിഞ്ഞ് മനുഷ്യനെ സ്നേഹിക്കുക എന്നുള്ളൊരു ആ ഒരു ആറ്റിറ്റ്യൂഡാണ് എല്ലാവർക്കും ഉള്ളത്. ദീർഘകാലമായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ പെട്ടെന്ന് സിനിമ എന്നുള്ള ഒരു ആശയം മുൻപേ തന്നെ മനസ്സിലുണ്ടായതാണോ, അല്ല പെട്ടെന്ന് ഒരു സിനിമ നമ്മൾ ഇത്രയും കാലമായി ഒരു സിനിമയിലേക്ക് കൂടെ നോക്കാമെന്നൊരു ആശയമാണോ മനസ്സിലുണ്ടായത്? അത് വിനയിൻ്റെ ഇൻസൈറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. വിനയ് സിനിമ ഇല്ലാത്ത ഇടവേളകളിൽ ഈ നമ്മുടെ കൂട്ടത്തിൽ വരികയും ഒന്ന് ലിഷർ ടൈം എന്നുള്ള നിലയ്ക്ക് 1-2 ദിവസം എവിടെയെങ്കിലും ഒരു യാത്ര ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെ ഞങ്ങൾ ആ കോവിഡിൻ്റെ ഒരു റിലാക്സേഷൻ്റെ സമയത്ത്, കോവിഡ് നല്ല മൂർച്ഛിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു ചെറിയ റിലാക്സേഷൻ കിട്ടിയ സമയത്ത് നമ്മൾ തട്ടേക്കാട് ഒരു യാത്ര പോയി. ഞങ്ങൾ ഈ മുഴുവൻ സംഘവും വെച്ചാൽ അതിൽ ഈ പറഞ്ഞ ഇപ്പോഴത്തെ ഈ ടീം പോയി. തട്ടേക്കാട് വെച്ചിട്ട് വിനയ് പറഞ്ഞു, നമ്മൾ ഇത്രയും ആളുകൾ എത്രയോ കഴിവുള്ള ആളുകളാണ്. വിനയ് ഇത് വളരെ കൃത്യമായിട്ട് അസസ് ചെയ്യുന്ന ആളാണ്, ഓരോരുത്തരെയും അസസ് ചെയ്യും. അപ്പോൾ വിനയ് പറഞ്ഞു, നമുക്ക് എന്തുകൊണ്ട് ഇത് ആയിക്കൂടാ, ആനന്ദ് ഒരു എഴുത്തെഴുത്, ഞാൻ സിനിമാ മേഖലയിൽ നിന്നുള്ള സപ്പോർട്ട് ഞാൻ എന്തായാലും തരാം, എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നമുക്ക് ഇത് പിച്ച് ചെയ്തെടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ സിനിമ ഉണ്ടാവുന്നത്. ആനന്ദ് അത് ഏറ്റെടുക്കുകയും ആനന്ദ് ക്രാഫ്റ്റ് ഭയങ്കരമാണ്, എഴുത്തിൻ്റെ ക്രാഫ്റ്റ്. ആ സിനിമ കണ്ടാൽ അറിയാം നിങ്ങൾക്ക്, ഭയങ്കരമായിട്ടുള്ള ക്രാഫ്റ്റാണ്. ഓരോ വരിയിലും പൊളിറ്റിക്സ്, ഓരോ വരിയിലും കൃത്യമായ ജീവിതത്തിൻ്റെ രാഷ്ട്രീയം പറയുന്ന ആളാണ്. ഏതെങ്കിലും പക്ഷത്തിൻ്റെ അല്ല, ഒരു മനുഷ്യപക്ഷ നിലപാടുള്ള ഒരു എഴുത്താണ് ആനന്ദിൻ്റെ. ഒരു 3 മാസം കൊണ്ട് ആനന്ദ് എഴുതി കഴിഞ്ഞ് നമ്മളെ അവിടെ അനൗൺസ് ചെയ്യുന്നു, 1 ലൈൻ റെഡി ആയിട്ട്, സ്ക്രിപ്റ്റ് റെഡി ആയിട്ടുണ്ട്, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ വിനയും എല്ലാവരും കൂടി ഇരുന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ സ്ക്രിപ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായി. ഭയങ്കര എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്ക്രിപ്റ്റ്, എല്ലാവർക്കും അവരുടേതായ ഒരു സ്ക്രീൻ സ്പേസ് കൊടുത്തിട്ടുണ്ട്, സ്പേസ് ഉണ്ട്, ഭയങ്കരമായിട്ടുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ വിനയ് പറഞ്ഞു, ഇതെന്തായാലും നമ്മൾ ഓണാക്കും. അങ്ങനെ ആനന്ദും വിനയും കൂടി ചേർന്ന് ചെയ്യുന്നൊരു സംഭവമാണ്. അതിലേക്ക് ഞങ്ങൾ വന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പൊ തിയേറ്ററിന്റെ ഭാഗമായിട്ട് നിന്ന് ഒരുപാട് ആളുകൾ, സിനിമയിലേക്ക് എത്തിയ ഒരുപാട് ആളുകളുണ്ട്. ഈ പറയുന്ന വിനയ് ഫോർട്ട് ഉൾപ്പെടെ ഒരു തിയേറ്റർ രംഗത്ത് നിന്ന് സിനിമയിലേക്ക് എത്തിയ ആളുകളാണ്. അങ്ങനെ ഒരു മാറ്റത്തിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തിയേറ്റർ ആനന്ദ് പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾ ഈ സിനിമ ചെയ്യുമ്പോൾ തിയേറ്ററിൽ നമ്മൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റേ അല്ല സിനിമയ്ക്ക്. നമ്മളിൽ പലർക്കും ഈ ഒരു ചേഞ്ച് പുതുതാണ്. പക്ഷേ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ ആനന്ദിൻ്റെ സംവിധാന മികവ് കൊണ്ട് നമുക്ക് പറ്റി. ആനന്ദിൻ്റെയും വിനയൻ്റെ ഒരു ട്രെയിനിങ് സെഷൻ ഉണ്ടായിരുന്നു, മൈൻഡ് ബ്ലോയിങ് ആയിരുന്നു. വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ഈഗോസ് മുഴുവൻ കുടഞ്ഞു കളയും. നിങ്ങൾ വെറും ഒരു ആക്ടർ, സ്ട്രെങ്ത് ഉള്ള വളരെ കരുത്തരായ ആക്ടർ മാത്രമായിട്ട് മാറും. എന്ത് വേഷവും എവിടെയും പെർഫോം ചെയ്ത് കാണിക്കാനുള്ള അങ്ങനെ ഒരു 3 ദിവസത്തെ വിനയൻ്റെ ഒരു ആക്ടിങ് ട്രെയിനിങ് സെഷൻ ഉണ്ടായിരുന്നു. അവിടെയാണ് ശരിക്കും ആക്ടർ രൂപപ്പെട്ടത്. ഈ സിനിമാറ്റിക് ആയത് ഞങ്ങളുടെ ആക്ടിങ് സിനിമാറ്റിക് ആയി മാറിയത് അവിടെയാണ്. എങ്ങനെയാണ് സ്ക്രീൻ ആക്ടിങ് എന്നുള്ളത്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞതാണല്ലോ വിനയ്. അപ്പോൾ അത് ഭയങ്കര ഗുണം ചെയ്തു. പിന്നെ ആനന്ദ് ഓരോ ഡയലോഗിനിടയിലും ആനന്ദ് കൃത്യമായിട്ട് നമ്മുടെ അടുത്ത് പറയും ഏത് മീറ്റർ പിടിക്കണം. ഓരോ സിനിമയുടെയും ട്രീറ്റ്മെന്റ് ഓരോ രീതിയിലാണ്. ഇപ്പം ആനന്ദിനെ പോലെ ആയിരിക്കില്ല വേറൊരു സംവിധായകൻ, ആനന്ദിന്റെ ട്രീറ്റ്മെന്റ് ആയിരിക്കില്ല അദ്ദേഹത്തിന്റെ വേറൊരാളുടെ. ആനന്ദ് കൃത്യം പറഞ്ഞു, ഈ സിനിമയുടെ മീറ്റർ ഇതാണ്, ഞാൻ കാണുന്ന ഈ സിനിമയുടെ ഇതാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്, ഈ രീതിയിലാണ് ഇത് ജനങ്ങളിലേക്ക് എത്തുന്നത്, ആ രീതിയിൽ പെർഫോം ചെയ്താൽ മതി. ഒരുപക്ഷെ ഹൗ നോട്ട് ടു ആക്ട് എന്നുള്ളൊരു ട്രെയിനിങ് പോലും ഞങ്ങളിടയ്ക്ക് നോക്കിയിരുന്നു. എങ്ങനെ അഭിനയിക്കാതിരിക്കാം, അതായിരിക്കും ചിലപ്പോൾ സിനിമയിൽ വിജയിച്ചിട്ടുള്ളത്. എല്ലാവരും ജീവിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതെ, ഇപ്പോ നാടകത്തിലേക്ക് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്കൊരു ലൗഡ് ആയിട്ടുള്ള ഒരു ആക്ടിങ് വേണം, കുറച്ചും കൂടെ എക്സാഗ്രേറ്റ് ചെയ്ത് ആളുകൾക്ക് ഓഡിയൻസിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ട്. അവിടെ നിന്നും കാലങ്ങളായിട്ട് ആ ഒരു രീതി ശീലിച്ച് വന്നിട്ടുള്ള ആളുകൾ പെട്ടെന്നൊരു ചേഞ്ച്, റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമ കാണുന്ന സമയത്ത് അത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ്. ആ ഒരു മാറ്റത്തിലേക്ക് എത്തുമ്പോൾ പൊതുവെ എല്ലാവരും പറഞ്ഞു കേട്ടുള്ളത് നാടകവും സിനിമയും രണ്ടും വ്യത്യസ്ത സ്ഥലങ്ങളാണ്. യഥാർത്ഥത്തിൽ അതിലൊരു അത് തന്നെയാണ്. ചേട്ടൻ എന്താണ് തോന്നുന്നത്, ആ ഒരു വ്യത്യാസത്തിനെ എങ്ങനെയാണ് കാണുന്നത്? വാസ്തവത്തിൽ ഞാൻ ഈ നാടകത്തിൽ നിൽക്കുമ്പോഴും എനിക്ക് റിയലിസം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ലോകധർമ്മി ചെയ്തിട്ടുള്ള ചന്ദ്രഹാസൻ മാഷ് തന്നെ സംവിധാനം ചെയ്തിട്ടുള്ള 2 റിയലിസ്റ്റിക് പ്ലേകളുണ്ട്, പാട്ടബാക്കി, അഭയാർത്ഥികൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 2 നാടകങ്ങളുണ്ട്. അതിൽ റിയലിസം ഞാൻ നന്നായി ചെയ്തു എന്നാണ് മാഷ് തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് പക്ഷേ ഈ ലൗഡായിട്ട് ചെയ്യുന്ന നാടകങ്ങളും ചെയ്തിട്ടുണ്ട്.
എനിക്ക് പക്ഷേ ഈ സ്വിച്ച് ഓവർ വളരെ വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ സംബന്ധിച്ച് റിയലിസം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അഭിനയിക്കുക, സ്റ്റൈലൈസ്ഡ് ആക്ടിങ്ങിന് എനിക്ക് കുറച്ചുകൂടി സ്ട്രെയിൻ തോന്നിയിട്ടുണ്ട്. റിയലിസം പെർഫോം ചെയ്യാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടും മനസ്സുകൊണ്ട് തോന്നിയിട്ടില്ല. ഇനി ഇത് കാണുന്നവർ തീരുമാനിക്കേണ്ടതാണ്. പക്ഷെ നാടകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ഒരു നാടകത്തിലേക്ക് വരുമ്പം അപ്പൊ അവിടെ നമ്മളെ പാകപ്പെടുത്തി എടുക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അത് പറയുമ്പോൾ തന്നെ ഇപ്പോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 11 അഭിനേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രശ്നത്തിൽക്കാൾ ഷാജോൺ ചേട്ടൻ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാതിരുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയുടെ ഭാഗമായിട്ട് തിയേറ്റർ വരുന്നുണ്ട്, നമ്മൾ ഈ റിയൽ ലൈഫ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം അദ്ദേഹത്തിന് കൂടി ഒരു ചേഞ്ചാണ്, ഒരു റിവേഴ്സ് ചേഞ്ചാണ്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും രീതിയിലുള്ള സജഷൻസ്, കാര്യങ്ങൾ, തിയേറ്ററിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് നിങ്ങളുടെ അടുത്ത് നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു? റിഹേഴ്സലിന് ഷാജോൺ വന്നിരുന്നു. ഞങ്ങൾ ആനന്ദ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ചില സ്റ്റേജുമായി ബന്ധപ്പെട്ട് ചില സീൻസ് ഉണ്ട്, പെർഫോം ചെയ്യുന്ന സീൻസ് ഉണ്ട് നാടകത്തിന്റെ, അതിൽ റിഹേഴ്സൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അതിനകത്ത് തയ്യാറായി വരികയും ഷാജോന്റെ ഒരു പ്രത്യേക ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വന്നൊരു 10 മിനിറ്റിനകം 20 വർഷമായി ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് 20 വർഷത്തെ അത്രയും ചേർച്ച ഉണ്ടാക്കിയെടുത്ത ആളാണ്. അത്ര പെട്ടെന്ന് മിങ്കിൾ ചെയ്യും, അത്ര പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യും, ഭയങ്കര എനർജി തരുന്ന ഒരാളാണ്. അപ്പം ഷാജോണിനെ സംബന്ധിച്ചും ഈ ഒരു വ്യത്യാസം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ സെറിൻ ഭയങ്കരമായിട്ട് എക്സൽ ചെയ്തിട്ടുണ്ട്. സെറിനും തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. ചെന്നൈയിൽ സെറിൻ വരുന്നതും പുതിയ 10-11 പുരുഷന്മാരുടെ നടുവിലേക്കാണ്. ഈ പുരുഷന്മാരാണെങ്കിൽ ഹൈലി ബോണ്ടഡ് ആണ്, ഭയങ്കരമായിട്ട് ഇന്റർ കണക്ഷൻസ് ഉള്ള ആളുകളാണ്. പക്ഷെ സെറിൻ പുറത്തുനിന്നുള്ള ഒരാളാണ്. അപ്പോൾ ആനന്ദ് വെച്ച ഒരു നിർദ്ദേശം, റിഹേഴ്സൽസ് ഉണ്ടായിരുന്നു. നമ്മൾ 35 ദിവസം ഈ സിനിമ റിഹേഴ്സൽ ചെയ്തിരുന്നു. സിനിമയുടെ പ്രധാന ഭാഗങ്ങളെല്ലാം റിഹേഴ്സൽ ചെയ്തിരുന്നു. ആനന്ദ് പറഞ്ഞു, റിഹേഴ്സലിന് നിങ്ങൾ ഈ ടീമിൻ്റെ കൂടെ കൂടണം, അപ്പോഴേ നിങ്ങൾക്ക് ഈ ഫെമിലിയറൈസ് ചെയ്യാൻ പറ്റുള്ളൂ കാര്യങ്ങളെ, ഈ ആളുകളുടെ ആറ്റിറ്റ്യൂഡ്സ് എല്ലാം മനസ്സിലാവണമല്ലോ. സെറിൻ പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല, പെട്ടെന്ന് തന്നെ ഗ്രൂപ്പിൻ്റെ ഭാഗമായി. അതൊരു വലിയ, ഈ 2 പേരും നമ്മുടെ ഭാഗമായി മാറി പെട്ടെന്ന്. അതും കൂടി ഗുണം ചെയ്തു വല്ലാതെ. ഇപ്പോൾ ആട്ടം എന്ന് പറയുന്ന ഒരു സ്ത്രീപക്ഷ സിനിമ തന്നെയാണ്. പക്ഷെ അത് പറയുമ്പോൾ ഇപ്പോൾ സെറിൻ എന്നൊരു കഥാപാത്രത്തെയാണ് ഒരു സ്ത്രീ എന്ന രീതിയിൽ ഇത്രയും ആണുങ്ങളുടെ ഒരു കൂട്ടത്തിനകത്ത് നിൽക്കുന്നത്. അപ്പോൾ ഇതിന് പിറകിൽ, ഈ ക്രിയേറ്റീവ് കൂട്ടത്തിന് പിറകിൽ നമ്മൾ കാണാത്ത സ്ത്രീകളുണ്ടോ? എങ്ങനെയാണ് ഇതിനകത്ത് എൻ്റെ എല്ലാവരുടെയും കുടുംബങ്ങൾ സ്ത്രീകളുണ്ടല്ലോ. ഈ 9 പുതുമുഖങ്ങളുടെയും വിനയൻ്റെയും ഒക്കെ ഫാമിലി സ്ത്രീകളാണ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പോൾ 30 ദിവസം മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും ആക്ടേഴ്സിനെ സംബന്ധിച്ച് അവരുടെ നിത്യജീവിതത്തിൻ്റെ പല ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് വരുന്നത്. 35 ദിവസത്തെ റിഹേഴ്സലിന് ഇവർ മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ കുടുംബം നടത്തിക്കൊണ്ടു പോകുന്ന ആ സ്ത്രീകളാണ്. ഈ സിനിമയുടെ ഒരു പൈലറ്റ് നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നു ആനന്ദ്. ആ പൈലറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ആനന്ദിൻ്റെ ബാക്ക് ബോൺ ആയിട്ട് സപ്പോർട്ട് ചെയ്തതും ആശയാണ്. ആനന്ദിൻ്റെ ക്ലോസ് ഫ്രണ്ടും ക്ലാസ്മേറ്റും ഒക്കെയാണ് ആശ, സ്കൂൾമേറ്റ് ആണ്. അവർ അന്ന് മുതലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോഴും സൂക്ഷിക്കുന്ന ഒരു വലിയ സംഘം ആനന്ദിന്റെ പിന്നിലുണ്ട്. അവരെല്ലാവരും സിനിമ കണ്ടിരുന്നു. ഇപ്പൊ സിനിമയിലെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത്, യഥാർത്ഥ പേരുകളാണ് പലരുടെയും ഉപയോഗിച്ചിട്ടുള്ളത്. മദൻ ചേട്ടന്റെ മദൻ എന്ന പേര് തന്നെയാണ് വിനയുടെ ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ പല നന്ദന്റെ പേരുകൾ, അങ്ങനെ പല പേരുകളും യഥാർത്ഥത്തിലാണ്, സുധീർ ചേട്ടൻ്റെ ഉൾപ്പെടെ. അത് ഈ സിനിമയുടെ ഒരു, നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്ലോ ഉണ്ടാക്കാൻ വേണ്ടി, നിങ്ങൾ ജീവിക്കുന്ന ആ ഒരു പരിസരത്തിന് അത് സ്മൂത്ത് ചെയ്യാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ടോ? അത് ആനന്ദിന്റെ ഡിസിഷൻ ആയിരുന്നു. ആനന്ദ് എല്ലാ കാര്യങ്ങളും ഗ്രൂപ്പിൽ ഇങ്ങനെ ഡിസ്കഷൻ വെക്കും. ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഉണ്ട്, അത് മുന്നോട്ട് വയ്ക്കും, അത് ഗ്രൂപ്പ് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആനന്ദ് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് വേറെ വേറെ പേരുകൾ തരാം, കുഴപ്പമില്ല. പക്ഷേ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിളിക്കുമ്പോൾ, അജിച്ചേട്ടൻ എന്ന് വിളിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു രൂപമുണ്ട്, ഇത്രയും കാലം ഒരുമിച്ച് യാത്ര ചെയ്ത ഒരു ഇതുണ്ട്. അപ്പോൾ അജിച്ചേട്ടൻ അല്ലാതെ വേറൊരാളാണ് ആ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ പെട്ടെന്ന് സങ്കല്പിച്ച് പോകാതിരിക്കണം. ആ വിളിയിലൊരു ഇൻറ്റിമസി തോന്നണം. അപ്പോൾ വളരെ കാലമായി ചേർന്ന് നിൽക്കുന്ന നിങ്ങളുടെ ഈ പേരുകൾ തന്നെ ഒന്ന് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ആദ്യം നമുക്കത് സംശയമായിരുന്നു, കാരണം കഥാപാത്രങ്ങളാവുമ്പോൾ നമ്മൾ വേറെ ആളാവണ്ടേ എന്ന്. അപ്പോൾ കഥാപാത്രങ്ങളാവുമ്പോഴും നമ്മൾ വേറെ ആളാവേണ്ടതില്ല,
നമ്മളുടെ അതേ ഐഡന്റിറ്റിയിൽ നിന്നുകൊണ്ട് നമുക്ക് വേറൊരു കഥാപാത്രമാവാൻ പറ്റുന്നുള്ളൊരു വലിയ ഒരു പരീക്ഷണമാണ് ആനന്ദ് നടത്തിയത്. പിന്നെ അതിൻ്റെ പിന്നിൽ വേറൊതുണ്ടായിരുന്നു. ഞങ്ങൾ 9 പേര്, വിനയനെയും നന്ദനെയൊക്കെ മാത്രമേ ആളുകൾ അറിയുള്ളൂ. അപ്പം ഞങ്ങൾ 9 പേരെ ആരും അറിയില്ല. അപ്പോൾ സ്വന്തം പേരിൽ തന്നെ സ്ക്രീനിൽ വരിക എന്നുള്ളത് പുറത്തുനിന്ന് അറിയുന്ന ആളുകൾക്ക് ഇവരാണ് ഞങ്ങളുടെ ആളുകളാണെന്ന് അറിയുകയും ചെയ്യാം. പുതിയ ആളുകൾക്ക് നമ്മളുടെ യഥാർത്ഥ പേരുകൾ പരിചയപ്പെടുകയും ചെയ്യാം. അങ്ങനെ ഒരു 2 ഉദ്ദേശവും അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പരീക്ഷണം വിജയിച്ചു എന്ന് തന്നെയാണ് സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ സിനിമയുടെ കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ സംവിധായകൻ പറഞ്ഞിട്ടുള്ളത്, സാധാരണ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു തിരക്കഥയാണ് ആദ്യം ഉണ്ടാകുന്നത്. പക്ഷേ ഇത് ഞങ്ങളുടെ ആക്ടർ, ആ ഒരു ക്രൂ ആണ് ഞങ്ങൾ ആദ്യം ആരുടെയൊക്കെ കഥാപാത്രങ്ങൾ വേണമെന്നുള്ളതാണ് നിങ്ങളെ മുൻനിർത്തിയാണ് തിരക്കഥയിലേക്ക് പോയിട്ടുള്ളത് എന്നാണ്. അതൊരു കൗതുകമുള്ള ഒരു കാര്യമല്ലേ? അതെ, അത് ഈ ആനന്ദിന്റെ പ്രത്യേകതയാണത്. എന്താ വെച്ചാൽ ഒരു സീൻ എഴുതുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല. പെട്ടെന്ന് സീൻ ഡിവൈസ് ചെയ്യും, പെട്ടെന്ന് സീൻ ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ ഡയലോഗ്സ് എഴുതുന്നതൊക്കെ ഞൊടിയിടയിലാണ്. ഒരു 5 മിനിറ്റ് ഞാൻ മാറിയിരുന്നേക്കാം എന്ന് പറഞ്ഞിട്ട് പോയി ഇരുന്ന് ഒന്ന് 5 മിനിറ്റ് പുള്ളിയെ കണ്ടില്ലെങ്കിൽ നമുക്ക് തീർച്ചയാണ് എന്തെങ്കിലും ഒരു ഉഗ്രൻ സാധനമായിട്ടാണ് പുള്ളി വരുന്നത്. അത് ആനന്ദിൻ്റെ ഒരു പ്രത്യേക കഴിവാണ്. ആ കഴിവാണ് ശരിക്കും ഇതിനകത്ത് ഉപയോഗിച്ചത്. എൻ്റെ വ്യക്തിപരമായൊരു അനുഭവം ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. ഞാനൊരു ആക്ടറായിട്ടല്ല ഞാൻ വരുന്നത്. ശരിക്കും ഞാൻ റൈറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് ഈ വരികൾക്കിടയിൽ നമ്മൾ ഉള്ള ഇമോഷൻസ് നമ്മൾ കണക്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഡേ ഞാൻ അങ്ങ് നന്നായിട്ട് പെർഫോം ചെയ്ത് പോയി എന്നാണ്. ആ ടേബിൾ സീക്വൻസ് ആണ് നമ്മൾ ഷൂട്ട് ചെയ്തത് ഫസ്റ്റ് ഡേ. അത് കഴിഞ്ഞ് സെക്കൻഡ് ഡേ ആയപ്പോൾ ഞാനും വിനയും മാത്രമുള്ളൊരു ആ ഫുൾ ഡേ അതാണ് ഷൂട്ട് ചെയ്യുന്നത്. ഫോൺ ചെയ്ത് വിളിക്കുന്നൊരു സീനുണ്ടല്ലോ അതിനകത്ത് എല്ലാവരെയും. അപ്പോൾ വിനയ് വീട്ടിലേക്ക് വന്ന് പെട്ടെന്ന് ഞാൻ ഡൗൺ ആയിപ്പോയി. എനിക്ക് എന്തോ ഒരു തോട്ട് പ്രോസസ്സ് കയറി ചെയ്യാനൊന്നും പറ്റാത്തൊരവസ്ഥയിലായി. വിനയ് അവിടെ നിന്ന് ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് നന്നായിട്ട് എനർജൈസ് ചെയ്ത് ആ സീൻ, നഞ്ചേട്ടാ അതെന്താ പ്രശ്നം, നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്ന ആളല്ലേ എന്നൊക്കെ പറഞ്ഞ് അത് തന്നൊരു എനർജി വലുതാണ്. പിന്നെ 29 ദിവസവും നമ്മൾ ആരും ആ സെക്കൻഡ് ഡേയിൽ ബാക്കി എല്ലാവരും കൺസേൺഡ് ആണ്, ഷൂട്ട് കാണുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഒരു വലിയ ക്രൂവിൻ്റെ മുമ്പിൽ പെർഫോം ചെയ്യുക എന്ന്. അപ്പം എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടുകൂടി എൻ്റെ പെർഫോമൻസ് കാണാനാണ് ഇരിക്കുന്നത് അവിടെ. കാരണം നാളെ അവർക്കും വരണം, അടുത്ത ദിവസങ്ങളിൽ അവരുടെയൊക്കെ ഇൻഡിവിജ്വൽ സീൻസ് വരുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഭയങ്കര ട്രൂത്ത്ഫുള്ളായിട്ട് വാച്ച് ചെയ്തിരിക്കുക. അപ്പോൾ കൃത്യമായിട്ട് വിനയ ആ സമയത്ത് ഇടപെടുകയും പിന്നെ ഞങ്ങൾക്ക് ഒരു ഫ്ലോയ്ക്കും ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല. എല്ലാവരും നന്നായിട്ട്. അത്ഭുതകരമായ കാര്യം എന്ന് വെച്ചാൽ അത് ആനന്ദിന്റെ ക്രാഫ്റ്റും കൂടിയാണ്. ഈ വളരെ മൊമെന്ററി ആയിട്ടുള്ള ചില സീക്വൻസസ് ഉണ്ട്. ഈ ഒന്നിൽ കൂടുതലോ അല്ലെങ്കിൽ ചിലപ്പോൾ 3-ൽ കൂടുതൽ ടേക്കുകൾ പോയത് ഒന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 3-4 ടേക്ക്, അതിനപ്പുറത്തൊന്നുമില്ല ഒരു സീനും. ഭയങ്കര ആനന്ദിന്റെ പ്രത്യേകത ആരെയും അഭിനയിപ്പിക്കും എന്നുള്ളതാണ്. ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. ആരെയും അഭിനയിപ്പിക്കും. എത്ര അഭിനയിക്കാൻ കഴിയാത്ത ഒരാളെയും വളരെ കംഫർട്ടബിൾ ആയിട്ട് അഭിനയിപ്പിക്കാനുള്ളൊരു ശേഷി ആനന്ദിനുണ്ട്. മദൻ ചേട്ടൻ്റെ ആദ്യത്തെ സിനിമയാണോ അല്ല സിനിമാ ശ്രമങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ശരിക്കും പറഞ്ഞാൽ സിനിമാ മോഹിയായിരുന്നില്ല, പക്ഷെ അഭിനയ താല്പര്യമുണ്ട്. സിനിമകളിലേക്ക് ഇങ്ങനെ അതിന് ചാൻസ് ചോദിക്കുക, അതിന് പിന്നാലെ ഇങ്ങനെ നടക്കുക അന്ന് എനിക്ക് അറിയില്ല. എഴുത്തുകാരൻ്റെ ഒരു ഒതുങ്ങിയ പ്രകൃതവും ജീവിതത്തിലുണ്ട്. ഇങ്ങനെ മാറി നിൽക്കുക, എല്ലായിടത്തും ഇങ്ങനെ മാറി നിന്നുള്ളൊരു രീതിയൊക്കെയാണ്. പക്ഷേ ഈ വിനോദ് ഭരതൻ എന്ന് പറയുന്ന നമ്മുടെ കോപ്പൻഹേഗനിൽ സെറ്റിൽ ചെയ്തിട്ടുള്ളൊരു മലയാളിയുണ്ട്, ഫോർട്ട് കൊച്ചിക്കാരനാണ്. അപ്പോൾ വിനോദിൻ്റെ ഒരു ഓഫ് ബീറ്റ് സിനിമ വന്നു, കർമ്മ കാർട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ട്. വിനോദിൻ്റെ ഒരു കർമ്മ സീരീസിൽപ്പെട്ട സിനിമയാണ്, ഓഫ് ബീറ്റാണ്. അത് കാനിലൊക്കെ കാണിച്ചു. അപ്പോൾ അതിലേക്ക് വിനയ് അതിനകത്ത് സെൻട്രൽ ക്യാരക്ടർ വിനയ് ആയിരുന്നു. ആ സിനിമ വന്നപ്പോൾ വിനയ് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മഞ്ചേട്ടാ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, ചെയ്യുന്നോന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചാടി പുറപ്പെട്ട് പോയി അന്ന് ആ സീൻ ചെയ്തു. അതിന് വിനോദിൻ്റെ അടുത്ത സിനിമ വന്നു. അടുത്ത സിനിമ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു, അത് കാണിക്കുകയും ചെയ്തു. കൊച്ചിയിൽ പ്രദർശിച്ചു, കർമ്മ കഫേ എന്നാണ് പേര്. അതും ഓഫ് ബീറ്റാണ്, കാനിൽ കാണിച്ചു എന്നാണ് പറയുന്നത്. അതിലൊരു ബാങ്ക് മാനേജറുടെ വേഷമായിരുന്നു. അതും വളരെ മറ്റ് ആദ്യത്തെ സിനിമയിലേക്കാൾ കൂടുതൽ ലെങ്തിയാണ് രണ്ടാമത്തെ ക്യാരക്ടർ. അപ്പോൾ വിനോദിനോട് ചോദിച്ചു, എനിക്ക് കുറച്ചുകൂടി ലെങ്തി ക്യാരക്ടേഴ്സ് തരികയാണ്. നിങ്ങളെ ഞാൻ ശരിയാക്കി തരാം പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ ഈ സ്പേസിലേക്കൊക്കെ എന്നെ കൊണ്ടുപോയത് വിനയാണ്.
വിനയിലൂടെയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത് തന്നെ. ആട്ടം ഇപ്പോൾ ഗോവൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഓപ്പണിംഗ് ഫിലിമായിട്ട് കാണിച്ചു. IFFKയിൽ മികച്ച മലയാളം ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് അവാർഡ് കിട്ടി. അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് കലാമൂല്യമുള്ള സിനിമകൾ പലപ്പോഴും വ്യാവസായികമായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ തിയേറ്ററുകളിൽ വരുന്ന സമയത്ത് വിജയമായിട്ട് അത്യപൂർവം ചിത്രങ്ങൾ മാത്രമേ കാണാറുള്ളൂ. പക്ഷേ ആട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഒരു തിയേറ്റർ റെസ്പോൺസ് ഒക്കെ നോക്കുന്ന സമയത്ത് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത്രയും ചലച്ചിത്രമേളകളിൽ ഉൾപ്പെടെ വിജയം കൈവരിച്ചു. ആ ഒരു വ്യത്യാസത്തിനെ അതിനെങ്ങനെയാണ് ചേട്ടൻ നോക്കി കാണുന്നത്? അത് വെച്ചാൽ ഭയങ്കര ഈ ആനന്ദ് എഴുതുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഒരു ബുദ്ധിജീവി സിനിമയല്ല, ഇത് സാധാരണ മനുഷ്യൻ അവനവൻ്റെ ജീവിത പരിസരത്ത് നിന്ന് വൈകുന്നേരം വരെ ജോലി ചെയ്തു വന്ന് വൈകുന്നേരത്ത് സിനിമ കാണാൻ വരുന്നു. പക്ഷെ അയാളുടെ ലൈഫിനെ ടച്ച് ചെയ്യുന്ന കുറേ സീൻസും കുറേ സീക്വൻസസും അങ്ങനത്തെ ഒരു ഇൻസിഡൻസ് ഒക്കെ ഉള്ളൊരു സിനിമയായിരിക്കണം. ആളുകൾ തിയേറ്ററിൽ ഇരുന്ന് ഈ സിനിമയെ എൻജോയ് ചെയ്യണം, എൻഗേജ് ചെയ്യണം. സിനിമ ഭയങ്കര എൻഗേജിങ് ആണല്ലോ, കണ്ടാലറിയാം. ഓരോ ഡയലോഗും ആദ്യത്തെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റിനകം സിനിമയിലേക്ക് ആളുകൾ ഹുക്കിഡപ്പ് ആവും. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എണീറ്റ് പോകാൻ പറ്റില്ല. ഇന്റർവെൽ ആയതുപോലും അറിഞ്ഞില്ല എന്നാണ് പലരും പറഞ്ഞത്. ഇന്റർവെല്ലിന് ശേഷമാണെങ്കിലോ ആളുകൾ സ്പെൽ ബൗണ്ട് ആയിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അന്തം ഇട്ടിട്ടേ ഇരുന്ന് പോയി. കണ്ണിൽ കൂടെ വെള്ളം വന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടു തിയേറ്ററിൽ. പുറത്തിറങ്ങി നിന്നിട്ട് ഇന്നലെ ഒരു പത്മ തിയേറ്ററിൽ, എറണാകുളം പത്മ തിയേറ്ററിൽ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഞങ്ങൾ ആളുകളെ റിസീവ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ ഒരു പെൺകുട്ടി ഓടി വന്നിട്ട് ഇങ്ങനെ, അവർക്ക് നടക്കാനൊന്നും പോയി. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വയ്യായിക ഉള്ളതുകൊണ്ടാണ്. പെട്ടെന്ന് ആ സ്തംഭിച്ചു പോയി, തകർന്നു പോയി എന്ന് പറഞ്ഞു. ഇങ്ങനെ വിക്ടിമായിട്ടുള്ള ഒരാൾക്ക് വേണ്ടി സംസാരിക്കേണ്ടി വരുന്ന പല സാഹചര്യങ്ങളും ജീവിതത്തിലുണ്ട്. ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പോലും, അവരെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പോലും നമ്മളെ ഒറ്റപ്പെടുത്തുന്ന ഒരു സൊസൈറ്റി അപ്പുറത്തുണ്ട്, ഒരു വിഭാഗം ആളുകൾ അപ്പുറത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്നെ വല്ലാതെ കണക്ട് ചെയ്തു. അവർ ഒരു ജേർണലിസ്റ്റാണ്. അത് ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിലിരുന്ന് സാധാരണ മനുഷ്യൻ എൻജോയ് ചെയ്യണം കൃത്യമായിട്ട്, അവനെ ഇത് കണക്ട് ചെയ്യണം എന്നുള്ള ബോധ്യത്തിൽ തന്നെ എഴുതപ്പെട്ടുള്ള സിനിമയാണ്. ആ ഒരു കണക്ഷൻ്റെ പ്രോസസ്സ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരു ഡയറക്ടറാണ് ആനന്ദ്. ആട്ടത്തിന് ഒരുപാട് ഭാഗ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് സാന്ദർഭികമായിട്ട് വന്നു ചേർന്ന ഒരുപാട് ഭാഗ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന് ഏറ്റവും പ്രധാനം അതിൻ്റെ പ്രൊഡ്യൂസറാണ് അജിത് ജോയ് സാറ്, ഡോക്ടർ അജിത് ജോയ് സാറൊരു 3 സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് 3ഉം ഓണായി നിൽക്കുന്ന സമയത്ത്, അത് പ്രോസസ്സ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് നമ്മൾ ആട്ടത്തിൻ്റെ ഇതുമായിട്ട് വിനയും ആനന്ദും അദ്ദേഹത്തെ പോയി കാണുന്നത്. അദ്ദേഹം ഈ കഥ കേട്ട ഒരു 10ാമത്തെ മിനിറ്റിൽ, കഥ മുഴുവനൊന്നുമല്ല, 10 മിനിറ്റിനകം ഓക്കെ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് ഈ ആട്ടം ടീമിനെ അദ്ദേഹം ട്രീറ്റ് ചെയ്തിട്ടുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സ്നേഹം കൊണ്ടാണ് പൊതിഞ്ഞിട്ടുള്ളത്, പണം കൊണ്ടല്ല. കാരണം പണമില്ല എന്നല്ല, സ്നേഹം ഉണ്ടെങ്കിലേ ബാക്കിയെല്ലാം വരും. ഈ സംഘത്തെ ഇപ്പോൾ ജിയോമാമി മുംബൈയിലാണ് നമുക്ക് ആദ്യത്തെ സെലക്ഷൻ കിട്ടുന്നത്. അതിനു മുമ്പ് മറ്റേ ലോസ് ആഞ്ചലസിൽ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ കിട്ടുന്നു, അവിടെ ഗ്രാൻഡ് ജൂറി പ്രൈസ് കിട്ടി. അപ്പോൾ അതിലേക്ക് അജിത് ജോയ് സാറും ആനന്ദും ചെന്നു. വിനയ് അന്ന് ഷൂട്ടിൻ്റെ തിരക്കായതുകൊണ്ട് വിനയ് പോയില്ല. അതിൻ്റെ ഇടയിലാണ് ജിയോമാമി വരുന്നത്. ജിയോമാമി വന്ന ഉടൻ സാറ് പ്രഖ്യാപിക്കുകയാണ് ആരെങ്കിലും 1-2 പേരെ അല്ലല്ലോ കൊണ്ടുപോകേണ്ടത്, 10 പേരും തുല്യ പ്രാധാന്യമുള്ള ആളുകളാണ്. അപ്പോൾ 10 പേരെ അങ്ങ് ടു ആൻഡ് ഫ്രോ ഫ്ലൈറ്റ് എടുത്ത് അവിടെ മുന്തിയ ഹോട്ടലിൽ താമസിപ്പിച്ച് ആ ജിയോമാമി ഫെസ്റ്റിവലിൻ്റെ വൈബ് മുഴുവൻ നമുക്ക് തരികയാണ്. അത് സാറ് കൂടെ വന്നു, ഞങ്ങളുടെ കൂടെ US നിന്ന് നേരിട്ട് വന്ന് അത് പങ്കെടുത്തു. ജിയോമാമിയിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോഴാണ് IFFI ഗോവയിൽ ഓപ്പണിംഗ് ഫിലിമാണെന്നുള്ള അനൗൺസ്മെന്റ് വരുന്നത്. അപ്പോൾ സാറ് പറയുകയാണ് നമ്മൾ ഗോവയ്ക്കും പോകുന്നു ഒന്നിച്ച് എന്ന്. ഗോവയിൽ സെലിബ്രേറ്റ് ചെയ്ത് വളരെ പോകുന്ന ഫെസ്റ്റിവലുകളിൽ മുഴുവൻ സമയവും ഈ ആക്ടേഴ്സും എല്ലാവരും അവരുടെ പ്രസൻസ് ഉണ്ടാവണം, അത് നിങ്ങളുടെ ഫ്രണ്ടിൽ ഉണ്ടാവണം എന്നുള്ളത് സാറിൻ്റെയും ആനന്ദിൻ്റെയും വിനയൻ്റെയും ഒക്കെ നിർബന്ധമാണ്. സിനിമയും ജീവിതമായിട്ട് വളരെയധികം കണക്ട് ചെയ്തിട്ട്. അതെ അത് വെച്ചാൽ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ഫെസ്റ്റിവൽ കാണുന്ന ആളുകളുണ്ട് ഇതിനകത്ത്. അത്തരത്തിലുള്ള ഒരു വലിയ വൈബിളുള്ള ഒരു ഫെസ്റ്റിവൽ കാണുന്ന ആളുകളുണ്ട്. ഞാൻ തന്നെ IFFIയിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. പലതവണ റിസർവ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ പോയിട്ടില്ല. IFFIയിൽ ആദ്യമായിട്ട് പോകുന്ന എന്നെ സ്ക്രീനിൽ കാണാൻ വേണ്ടിയാണ്. അതൊരു വലിയ അനുഭവമായിരുന്നു.
IFFKയിൽ നിൽക്കുമ്പോഴാണ്, ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് നമുക്ക് IFFKയിൽ അനൗൺസ്മെന്റ് വരുന്നത്, നമ്മൾ മലയാളം സിനിമ ടുഡേയിലുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അജിത് സാർ പറയുന്നു, എന്നാ അങ്ങോട്ട് പോട്ടെ വണ്ടി. അങ്ങനെ ഒരു യാത്രയാണ്. അതിന് അദ്ദേഹത്തോട് ഹൃദയം കൊണ്ടല്ല, എങ്ങനെ ജീവിതം കൊണ്ടാണ് ഞാൻ കടപ്പെട്ടിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, ഞങ്ങളെല്ലാവരും. പിന്നെ ഇതിനകത്ത് എടുത്തു പറയാവുന്ന വളരെ പ്രധാനപ്പെട്ട 2 വ്യക്തികൾ ഈ സിനിമ ഉണ്ടാവുന്നതിൽ, 2 വ്യക്തികൾ. ഒന്ന് എഡിറ്റർ മഹേഷ് ഭുവൻ. എന്താണ് മഹേഷ് മധുരം സിനിമ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ആട്ടത്തിൻ്റെ ആലോചനകൾ വരുന്നു, സ്ക്രിപ്റ്റ് ഡിസ്കഷൻ വരുന്നതൊക്കെ ചെയ്യുന്നു. അപ്പോൾ ആനന്ദ് എല്ലാ കാര്യങ്ങളും ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തേ ചെയ്യുള്ളൂ, ഡിസ്കഷൻ വെക്കും. അപ്പം ആനന്ദ് ഇങ്ങനെ നമുക്കൊരു എഡിറ്റർ വേണം എന്നിങ്ങനെ ഒരു സജഷൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, വർഷങ്ങളായിട്ട് എനിക്ക് മഹേഷിനെ വേറെ രീതിയിൽ അറിയാം. മഹേഷ് എൻ്റെ അയൽക്കാരനായിരുന്നു, അങ്ങനെ നല്ല ബന്ധമാണ് മഹേഷുമായിട്ട്. ഞാൻ പറഞ്ഞു, മധുരം സിനിമ എഡിറ്റ് ചെയ്തിട്ടുള്ള മഹേഷ് ഉണ്ട്, എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ആനന്ദ് പറഞ്ഞു, മധുരം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് ചേട്ടാ. ആനന്ദ് സ്വയം ബോധ്യപ്പെടാത്ത ഒരു കാര്യവും അംഗീകരിക്കില്ല, സ്വയം ബോധ്യപ്പെടണം ആനന്ദിന്, അതാണ് ഇഷ്ടം. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ പറഞ്ഞല്ലോ, മധുരം ഇഷ്ടമാണെന്ന് പറയുന്ന, അപ്പം അതിൻ്റെ എഡിറ്ററെ എനിക്കൊന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ മഹേഷിനെ കണക്ട് ചെയ്തു. മഹേഷാണ് ഈ സിനിമയുടെ എഡിറ്റർ. മഹേഷ് വളരെ നന്നായിട്ട് ആ പണി ചെയ്തിട്ടുണ്ട്, ഗംഭീരമായിട്ട്. ഇപ്പോഴും മഹേഷ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പല പ്രൊമോസും ഒക്കെ ചെയ്യുന്നത് മഹേഷാണ്. പിന്നെ ഒന്ന് അനിരുദ്ധാണ്. അനിരുദ്ധ് DOP, ക്യാമറയുടെ വിഭാഗത്തിൻ്റെ തലവൻ. അനിയെക്കുറിച്ച് പറഞ്ഞാൽ ശരിക്കും നമ്മൾ വളരെ ചൈൽഡിഷ് ആണെന്ന് തോന്നും. ഭയങ്കര സിൻസിയറാണ്. ആംഗിൾ ഫിക്സ് ചെയ്യുന്നതിലും ഒക്കെ ഓടി നടന്നൊരു DOP ഇരുന്നിട്ട് കസേരയിൽ വന്നിട്ട് അത് അങ്ങോട്ട് വയ്ക്കുന്നത് അങ്ങനെയല്ല. ഇങ്ങനെ വേണമെന്ന് സെറ്റിൽ ഇങ്ങനെ നടന്ന് എക്സിക്യൂട്ട് ചെയ്യിക്കുന്ന ഒരാളാണ്. ആനന്ദിൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, ആനന്ദിൻ്റെ സ്കൂൾ മേറ്റ് ആണ്. അപ്പോൾ അനി, മഹേഷ്, ആദ്യം അജിത് ജോയ് സാറ്, ഈ ഒരു 3 പേരുമാണ് സിനിമയെ പിന്നീട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള, സിനിമ യാഥാർത്ഥ്യമാക്കിയ ആൾക്കാർ. വലിയ ഭാഗ്യങ്ങളാണ് ഇതെല്ലാം. പുതിയ സിനിമ ഏതെങ്കിലും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? പുതിയ സിനിമ ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ എഡിറ്റ് ഷൂട്ടിൽ വെച്ചിട്ടാണ് സംവിധായകൻ അഹമ്മദ് കബീർ കേരള ക്രൈം ഫയൽസ് ഒക്കെ ചെയ്തല്ലോ, വെബ് സീരീസ്. അപ്പോൾ ഇതിൻ്റെ എഡിറ്റ് ഷൂട്ടിൽ വെച്ചിട്ട് പലരെയും വിളിച്ചു. ആ കൂട്ടത്തിൽ എനിക്കൊരു ക്യാരക്ടർ തന്നു. കേരള ക്രൈം ഫയൽസിൽ അതിൻ്റെ 4ാമത്തെ എപ്പിസോഡിൽ അജു വർഗീസിൻ്റെ ഫാദർ ഇൻ ലോ ആയിട്ട് ഞാനൊരു റോളിൽ വരുന്നുണ്ട്. 1.5-2 മിനിറ്റ് വരുന്ന സാധനമാണ്. കണ്ണിൻ്റെ സ്ക്വിൻ്റൊക്കെ പ്രൊജക്റ്റ് ചെയ്യുന്നൊരു ക്യാരക്ടറാണ്, സംശയിക്കപ്പെടുന്നൊരു ഗ്രേ ഷെയ്ഡുള്ളൊരു ക്യാരക്ടറാണ്. അതും വളരെ നന്നായിട്ട് അഹമ്മദിൻ്റെ കൂടെ നന്നായി വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അഹമ്മദാണ് നമ്മളുടെ ഈ സിനിമ എഡിറ്റ് ഷൂട്ടിൽ വളരെ റഫ് കട്ടിൽ ഇങ്ങനെ കണ്ടു പറയുന്നത്, ഇത് തിയേറ്ററിൽ കയ്യടികളുടെ ആരവമായിരിക്കും നിങ്ങൾക്കെന്ന്. അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് എനിക്ക് തമിഴ് അറിയാം, പാലക്കാടാണ് ബേസ് എന്നുള്ളത് കൊണ്ട് എനിക്ക് തമിഴ് സംസാരിക്കാനും അത്യാവശ്യം വായിക്കാനും അറിയാം. അച്ഛൻ തമിഴ്നാട്ടിലാണ് അച്ഛൻ്റെ ഒറിജിൻ, മലയാളിയാണ്. അപ്പം അങ്ങനെ അറിയാം, തമിഴുമായിട്ട് കണക്ഷനുണ്ട്. തലൈവർ 720 ഞാൻ ഓഡിഷൻ അറ്റൻഡ് ചെയ്തു. 2 പ്രാവശ്യം ചെന്നൈ പോയി. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു, സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞു, തേർഡ് റൗണ്ടിൽ സൂരി കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ടല്ലോ, തമിഴിലെ കാസ്റ്റിംഗ് ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ മുമ്പിലാണ് പെർഫോം ചെയ്തത്. അദ്ദേഹം പറഞ്ഞു, വണ്ടർഫുൾ പെർഫോമൻസ്, സോ നാച്ചുറൽ എന്ന് പറഞ്ഞു. അപ്പം അവരുടെ ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ ലിസ്റ്റിലുണ്ട്, വിളിക്കുമെന്ന് അറിയില്ല, എന്ന് വന്നാൽ കാണാം. ഇപ്പോൾ നാടകത്തിലേക്ക് തന്നെ വരുമ്പോൾ, നാടകങ്ങൾ ഒരു പക്ഷേ പണ്ട് ഉത്സവ പറമ്പുകളിലോ അങ്ങനെയൊക്കെ ചെയ്തിരുന്ന നാടകം ഇപ്പോൾ ഇല്ലയെന്നല്ല, പക്ഷേ പൊതുവിൽ നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി അക്കാദമിക്കായിട്ട് പ്രൊഫഷണലായിട്ട് നാടകത്തിനെ കാണുന്ന ഒരു അപ്രോച്ച് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു തിയേറ്റർ സെറ്റപ്പിലിരുന്ന് ഒരു നാടകം കാണുന്ന രീതിയിലേക്ക് നാടകങ്ങൾ മാറിയിട്ടുണ്ട്. അക്കാദമിക്കായി കാണുന്ന ഒരു സമൂഹവും അതോടൊപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊരു എലൈറ്റ് കൾച്ചറിൻ്റെ ഭാഗമായിട്ട് നാടകങ്ങൾ ഇപ്പോൾ മാറുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഇപ്പം എല്ലാ കലയും സമൂഹത്തിൻ്റെ ഏതെങ്കിലും ഒരു വിഭാഗത്തിലുള്ള ആളുകളെ കണക്ട് ചെയ്യും എന്നുള്ളതാണ്. അതിനകത്തൊരു ഹൈ ക്ലാസ് ലോ ക്ലാസ് എന്നുള്ളൊരു തരംതിരിവിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം, എഴുത്തിൻ്റെ മേഖലയിൽ നിന്ന് ഞാൻ പറയാം. നമ്മൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് MT ഒരു എലീറ്റ് ക്ലാസിൻ്റെ വായനക്കാരനായിരുന്നു, അല്ലേ? എലൈറ്റ് ക്ലാസ് വായിക്കപ്പെടുന്ന, എലൈറ്റ് ക്ലാസ് ആസ്വദിക്കുന്ന ഒരു കൃതികളായിരുന്നു MTയുടെ. ഇപ്പോൾ നോക്കൂ, അതേസമയം ഖസാക്ക്,
ഒ.വി. വിജയൻ എന്നൊക്കെ പറഞ്ഞ അപ്രാപ്യനായ ഒരു എഴുത്തുകാരനാണ്, നമുക്ക് വായിച്ചാൽ മനസ്സിലാവില്ല എന്നൊക്കെ തോന്നി. ഇപ്പം നോക്കൂ, വിജയൻ ഖസാക്ക് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അത്രയും ഖസാക്കിന് ശേഷവും അതിന് മുൻപും അതിന് ശേഷവും എന്നുള്ള ലെവലിൽ രണ്ടായിട്ട് നമ്മൾ കാലത്തെ കണക്കാക്കാമെന്ന് തോന്നുന്നു. കാരണം അത്രയധികം റീഡേഴ്സ് കൂടിയിട്ടുണ്ട്, വായനക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇതേ സാധനം തന്നെയാണ് സിനിമയിലും സംഭവിച്ചിട്ടുള്ളത്. നമ്മുടെ പുതിയ തലമുറ എത്രമാത്രം സിനിമകളാണ് കാണുന്നത്, എത്രമാത്രം സിനിമകളാണ് ഉണ്ടാക്കുന്നത്. അങ്ങനൊരു നാടകത്തെ സംബന്ധിച്ചും ഇതേ സംഭവമുണ്ട്. നാടകം ഇടക്കാലത്ത് ആളുകളിൽ നിന്ന് അകന്നു പോയി എന്നുള്ളത് ശരിയായിരിക്കാം. പക്ഷേ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പം മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, പയ്യന്നൂർ പല സിനിമകളും നാടകക്കാർ കഥാപാത്രങ്ങളാകുന്ന സിനിമകൾ ഉണ്ടാവുന്നുണ്ട്. തിങ്കളാഴ്ച നല്ല ദിവസം പോലുള്ള സിനിമകൾ ഉണ്ടായി വന്നു. ഇതൊക്കെ തരുന്നത് നാടകം ജനങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടില്ല. അത് എന്ത് തരം പരീക്ഷണങ്ങൾ നടത്തിയാലും നല്ലതാണെങ്കിൽ ജനം സ്വീകരിക്കും, ആ പരീക്ഷണം ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നതാണെങ്കിൽ സ്വീകരിക്കും, അല്ലാത്തതിനെ ജനം തള്ളും എന്നുള്ളത് വ്യക്തമാണ്. അതിനകത്തൊരു എലീറ്റ് ക്ലാസ് അല്ലാത്ത ക്ലാസ് എന്നുള്ളൊരു വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കുറച്ചും കൂടെ പ്രൊഫഷണലായി മാറിയെന്ന് തോന്നി. അതെ, പ്രൊഫഷണൽ നാടകം വേറൊരു മേഖലയാണ്. ഇപ്പോൾ അത് തിയേറ്റർ കുറച്ചുകൂടി തോട്ട്ഫുൾ ആണ് എന്നുള്ളൊരു തോന്നൽ, അമേച്ചർ തിയേറ്റർ ഒരു തോട്ട്ഫുൾ ആണ് എന്നുള്ളൊരു തോന്നൽ ആളുകളുടെ ഉള്ളിലുണ്ട് പൊതുവേ. പക്ഷെ ഞാൻ പറഞ്ഞത് ആ തോട്ട്ഫുൾ എന്ന് പറയുന്ന സാധനം ഞങ്ങൾക്ക് അപ്രാപ്യമാണ് എന്നൊരു കൺസെപ്റ്റ് ഇല്ല. എല്ലാവരും നാടകം കാണാൻ വരും മിക്കവാറും. നാടകത്തിന് വേദികളില്ല എന്നുള്ളതാണ് പ്രശ്നം. ഒരു നാടകം ചെയ്യേണ്ടി വരുമ്പോൾ എന്തെല്ലാം പ്രതിബന്ധങ്ങളുണ്ട്, അതിന് ഒരുക്കം ഉണ്ട്. ഈ 1.5 മണിക്കൂർ പെർഫോം ചെയ്ത് കഴിയും, അല്ലെങ്കിൽ 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ പെർഫോം ചെയ്യുന്ന നാടകത്തിന് ഒരുപാട് ഒരുക്കങ്ങൾ ആവശ്യമുണ്ട്. ഇത് ഒരുക്കുന്ന സംഘാടകരില്ല ഇപ്പം. അത്തരം നാടക സംഘാടനങ്ങൾ കുറഞ്ഞുപോയി. അതാണ് പറ്റിയിട്ടുള്ളത്. ഇപ്പം നാടകവും സിനിമയും എന്ന് പറയുന്നത് രണ്ടും രണ്ട് മാധ്യമങ്ങളാണ്. ആത്യന്തികമായി നിങ്ങൾ എല്ലാവരും കലാകാരന്മാരാണ്. അപ്പോൾ സിനിമയോടോ അല്ലെങ്കിൽ നാടകത്തിനോടോ ഏതിനോടെങ്കിലും ഒരു പ്രത്യേക ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? എനിക്ക് നാടകക്കാരനാണെന്ന് പറയുമ്പോഴും നാടകം ചെയ്യാൻ ഇഷ്ടമാണ്. നാടകത്തെ പൂർണ്ണമായും മാറ്റുന്നത് റിയലിസ്റ്റിക് നാടകങ്ങൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് സിനിമ ചെയ്യാൻ ഇപ്പം ഭയങ്കര കൊതിയുണ്ട്, വലിയ കൊതിയുണ്ട്. ഞാനിപ്പോൾ സത്യം പറഞ്ഞ ഒരു ക്യാരക്ടറിൽ നിന്ന് ക്യാരക്ടറിലേക്ക് കൂടുമാറാനുള്ള ഒരു ഭയങ്കര ത്രില്ലിൽ നിൽക്കുകയാണ്. സിനിമ വിജയിച്ചതിൽ ഒരു എക്സൈറ്റ്മെന്റ് കൂടിയുണ്ട്. സിനിമ ഏറ്റവും വലിയ കമന്റ് എന്ന് പറയുന്നത് ജനങ്ങൾ തരുന്നതും, പിന്നെ നമ്മൾ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് ഡയറക്ടർ നമ്മളോട് പറയാണ് നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു വാക്കുണ്ടല്ലോ, അത് തരുന്നൊരു എനർജി 1000 അവാർഡുകൾക്ക് തുല്യമാണ്. ആനന്ദ് എൻ്റെ അടുത്ത് ഇരുന്നിട്ട് സിനിമ കാണുന്ന സന്ദർഭങ്ങൾ, ഞങ്ങൾ 7-8 തവണ സിനിമ കണ്ടു. ആനന്ദ് ഒത്തിരി തവണ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെയൊക്കെ മുഖങ്ങൾ എഡിറ്റിംഗ് ടേബിളിലൊക്കെ വെച്ചിട്ട്. അപ്പോൾ ആനന്ദ് ഒരു തവണ എൻ്റെ അടുത്ത് വന്നിട്ട് ആനന്ദ് ഭയങ്കര പ്രത്യേകിച്ച് അങ്ങനെ നടന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാവുന്ന ആളൊന്നുമല്ല. എല്ലാവരെയും നടന്നിങ്ങനെ പുറകെ നടന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ആളൊന്നുമല്ല. പക്ഷെ പറയുന്ന സമയം, പറയുന്ന വാക്ക്, അതിൻ്റെ ഒരു വലിപ്പം ഉണ്ടല്ലോ, അത് വലുതാണ്. ഒരു ഘട്ടത്തിൽ വന്ന് പറഞ്ഞു, ചേട്ടൻ വളരെ ഗംഭീരമായി ചെയ്തിട്ടുണ്ട്, ഹാപ്പി അല്ലേ എന്ന് ചോദിച്ചു. അതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം തന്നൊരു മൊമെന്റ്. എൻ്റെ സംവിധായകൻ, എന്നെ അഭിനേതാവാക്കിയ, എന്നെ കഥാപാത്രമാക്കിയ സംവിധായകൻ പറയുന്നൊരു വാക്കുണ്ടല്ലോ, അതാണ്. അത് തന്നെയാണ് പ്രേക്ഷകനും പറയുക. കാരണം പ്രേക്ഷകന്റെ മനസ്സ് ഏറ്റവും കൂടുതൽ അറിയുന്ന ആളാണ് ഒരു സംവിധായകൻ, പ്രത്യേകിച്ച് ആനന്ദിനെ പോലുള്ള സംവിധായകർ. അംഗീകാരം കിട്ടുക എന്നുള്ളത് നമ്മുടെ അതെ തീർച്ചയായിട്ടും. നമ്മൾ നാടകം കളിക്കുമ്പോൾ 1.5 മണിക്കൂർ ഒരു സ്റ്റേജിൽ നിന്നാണ് പെർഫോം ചെയ്യുന്നത്. ഒരു 500 പരമാവധി ഒരു 1000 പേരോ കാണും. ഇപ്പൊന്നും അത്രയില്ല. ആ 1000 പേര് ഒരു 3-4 പേരാണ് സ്റ്റേജിൽ വന്ന് കൈതരുന്നത്, അഭിനയിച്ച് മാറി നിൽക്കുന്നത്. നമ്മൾ ഈ ഒരു അപ്രിസിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒന്നുമില്ല നാടകത്തിൽ. 500 രൂപ പോലും 1000 രൂപ പോലും പ്രതിഫലമില്ല ആർക്കും അമേച്ചർ നാടകങ്ങളിൽ. ഇത് കിട്ടാനാണ് ഈ 1.5 മണിക്കൂറത്തെ അധ്വാനം, അല്ലെങ്കിൽ 1.5 മാസത്തെ റിഹേഴ്സൽ, അല്ലെങ്കിൽ 6 മാസത്തെ റിഹേഴ്സലൊക്കെ ചെയ്യുന്നത്. പ്രേക്ഷകന്റെ മുമ്പിൽ നിന്ന് ഒന്ന് അഭിനന്ദനം കിട്ടാനാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അയാൾ കളഞ്ഞിട്ട് പോവുകയും ചെയ്യും. പക്ഷേ സിനിമ, അതാണ് ഞാൻ ഇന്നലെ ആലോചിക്കുകയായിരുന്നു, ഈ സിനിമ ഇന്നലെ 90 തിയേറ്ററുകളിൽ ഉണ്ട്. മൾട്ടിപ്പിൾ ഷോസാണ് പോകുന്നത്. ഞങ്ങൾ ഒരു വേദിയിലിരുന്ന് നാടകം കളിക്കുമ്പോൾ 4-5 പേര് സ്റ്റേജിൽ കയറി വന്നിരുന്ന് പറയുന്നതിന് പകരം ഇന്ന് 1000ങ്ങളുടെ മുമ്പിലാണ് ആ സിനിമ. 1000ങ്ങളാണ് അത് ആസ്വദിക്കുന്നത്. 1000ങ്ങളാണ് മനസ്സുകൊണ്ട് നമ്മളോട് അഭിനന്ദനം അറിയിക്കുന്നത്. അതൊരു വലിയ അനുഭവമായിട്ട് തോന്നുന്നുണ്ട്.
ബൈ പ്രൊഫഷൻ ചേട്ടൻ ഒരു ഗവൺമെന്റ് ജോലിക്കാരൻ കൂടിയാണ്. ഭാവിയിൽ ഇനി സിനിമയുമായിട്ട് മുന്നോട്ട് പോകാനാണ്, എന്താണ് ഒരു ആഗ്രഹം എന്ന് പറയുന്നത്? എനിക്ക് ഉണ്ടായിട്ടുള്ള ഭാഗ്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുഹമ്മദ് അനീഷ് സാറിൻ്റെ കൂടെയാണ് ആദ്യം ഇവിടെ സെക്രട്ടേറിയറ്റിലെ അസിസ്റ്റൻ്റ് ആയിരുന്നു ഞാൻ. ഇപ്പോൾ സെക്രട്ടേറിയറ്റിലെ ധനകാര്യ വകുപ്പിൽ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. ഇപ്പോൾ ഞാൻ ഡെപ്യൂട്ടേഷനിൽ കേരള കാർഷിക സർവകലാശാലയിൽ കൺട്രോളർ എന്നുള്ള പോസ്റ്റിലിരിക്കുകയാണ്. അപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള ഭാഗ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, മലയാളി പൊതുവെ കലയോട് വളരെ ആഭിമുഖ്യമുള്ള, എഴുത്തിനോടും കലയോടും ഒക്കെ വളരെ ആഭിമുഖ്യമുള്ള ആളുകളാണ്. അപ്പോൾ ഇത് ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ കാണാം. അനീഷ് സാറാണ്, ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ എഴുതുന്ന ശീലമുള്ളത് കൊണ്ട് അനീഷ് സാർ എന്നോട് പറഞ്ഞു, മുഹമ്മദ് അനീഷ് സാർ, അദ്ദേഹം എന്നോട് പറഞ്ഞു, മദനൊരു കാര്യം ചെയ്യും, ഒരു ഗവൺമെൻറ് സാങ്ഷൻ എടുത്ത് വെക്കേ, എനിക്കൊരു സബ്മിഷൻ എന്താന്ന് പറഞ്ഞു. സാർ അപ്പോൾ കയ്യോടെ മേടിക്കുകയാണ് സബ്മിഷൻ. എന്നിട്ട് സാറ് തന്നെ ഗവൺമെൻറ്റിലേക്ക് അയച്ചു. ഒരു സ്പെഷ്യൽ ഓർഡറാണ് എനിക്ക് കിട്ടുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കലാസാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഇടപെടണമെങ്കിൽ അനുവാദം വാങ്ങണം. അപ്പോൾ മുൻകൂർ അനുവാദം വേണം. അപ്പോൾ അങ്ങനെ ഒരു ഓർഡർ കയ്യിൽ കിട്ടി. പിന്നെ ജോലി ചെയ്ത സ്ഥാപനങ്ങളിലും എല്ലായിടത്തും നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എഴുതുമ്പോഴും എന്തെങ്കിലും ഇപ്പോൾ ഞാൻ സെക്രട്ടേറിയറ്റിലെ മാഗസിനുകളിലൊക്കെ എഴുതാറുണ്ട്. എല്ലാ വർഷവും കവിതയും കഥയും ഒക്കെ എന്തെങ്കിലുമൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ അവരൊക്കെ തരുന്നൊരു സപ്പോർട്ട് വലുതാണ്. സഹപ്രവർത്തകർ തരുന്നൊരു സപ്പോർട്ട് നമുക്ക് ഭയങ്കര എനർജിയാണ്. ഭാവിയിൽ സിനിമ ചെയ്യണം തന്നെയാണ്. ഭാവിയിൽ ഞാൻ വിട്ടുപോയൊരു വിഷയം അതാണ്. ഭാവിയിൽ സിനിമ ചെയ്യണം, നടനാവണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഇപ്പോൾ ഒരു എഴുത്തുകാരൻ കൂടി ആയതുകൊണ്ട് ചോദിക്കാണ്, ഇപ്പോൾ ഒരു സിനിമ എഴുതുന്ന രീതിയിലേക്ക് താല്പര്യം ഉണ്ടോ? സിനിമ എഴുതുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. അതിനേക്കാൾ എളുപ്പമുള്ള പണിയാണ് അഭിനയിക്കുക എന്ന് പറയുന്നത്. എഴുതാനും പക്ഷേ ഭയങ്കര ഇഷ്ടമാണ്. എഴുതാതെ ഇരിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എഴുതിയേക്കാം എന്നെങ്കിലും. പ്രത്യേകിച്ച് ആനന്ദിനെ പോലെയുള്ള ആളുകളിൽ നിന്ന് തുടങ്ങുമ്പോൾ ഞാൻ ആനന്ദിൻ്റെ പ്രത്യേകതയായിട്ട് ശ്രദ്ധിക്കുന്നത് എഴുത്താണ്. മാസ്റ്റർ ക്രാഫ്റ്റാണ് എഴുത്തിൽ കാണിച്ചേക്കുന്നത്. അപ്പം ആട്ടം കണ്ടവർക്കറിയാം. തിരക്കഥയാണ് അതിനകത്ത് ഏറ്റവും സൂപ്പർ സ്റ്റാർ. തിരക്കഥയാണ് സൂപ്പർ സ്റ്റാർ. അതുകൊണ്ട് എഴുതാനും വലിയ പ്രചോദനമുണ്ട് ഈ സിനിമ. അഭിനയിക്കാനും എഴുതാനും ഒക്കെ പ്രചോദിപ്പിക്കുന്നു ഈ സിനിമ എന്നെ. തിരക്കഥയ്ക്കൊപ്പം നിങ്ങളുടെയൊക്കെ അഭിനയവും അത്രയധികം മികച്ചു നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് ആട്ടം വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ചേട്ടൻ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ഭാവിയിലും സിനിമയുമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. സന്തോഷം.